ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അപ്പോൾ സുമാജി വായിക്കാം ശ്രീരാമാവതാരവും കൗസല്യസ്തുതിയും. അല്ല, അപ്പൊ പ്രഭു ഈ പുത്രകാമേഷ്ടി എന്താ പറഞ്ഞേ? അത് പുത്രകാമേഷ്ടി കഴിഞ്ഞിട്ടാണ്. പുത്രകാമേഷ്ടി ചെയ്തിട്ട് ശ്രീരാമ ഭഗവാന്റെ പ്രത്യക്ഷമാവുകയാണ് നമ്മുടെ മുന്നില്. അപ്പൊ കൗസല്യാദേവി കാണുന്നത്, ശ്രീരാമചന്ദ്രനെ കാണുന്നത്, ദേവകി അമ്മ എങ്ങനെയാണ് കൃഷ്ണനെ കണ്ടത് അതുപോലെയാണ് കൗസല്യാദേവി കാണുന്നത് ശ്രീരാമചന്ദ്രനെ. വളരെ വലിയൊരു ദർശനമാണ്. അങ്ങനെയാണ് കൗസല്യ സ്തുതിക്കുന്നത്, വെറുതെ സ്തുതിക്കുന്നതല്ല. ദേവകി അമ്മ എങ്ങനെയാണോ ഭഗവാനെ കണ്ടത് അതുപോലെ പരിപൂർണതമനായിട്ട് അങ്ങ് പ്രശോഭിച്ച് നിൽക്കുകയായിരുന്നു ശ്രീരാമചന്ദ്രൻ. പിന്നീട് ഭഗവാൻ തന്നെ മായ കൊടുക്കും ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട്. എന്നാലല്ലേ ആ ജന്മ ഉദ്ദേശം, അവതാര ഉദ്ദേശം പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. ദേവകിയമ്മയ്ക്കും അതുപോലെയാണ്. യശോദാമ്മയ്ക്കും പല പ്രാവശ്യം ഭഗവാനെ കാട്ടിക്കൊടുത്തിട്ട് പെട്ടെന്ന് മായ കൊണ്ട് അതെല്ലാം മറച്ചിട്ട് വീണ്ടും സാധാരണ ഒരു അമ്മയായ കൊടുക്കും. എങ്കിലേ ഭഗവാൻ ആ അമ്മയുടെ സുഹൃതം, അമ്മയുടെ ലാളന കിട്ടത്തുള്ളൂ. അത് ഭഗവാന് പ്രത്യേക രസമാണ്, ടേസ്റ്റാണ്. അവിടെയാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം. കാര്യം ഭഗവാനെ ആ രീതിയിലൊക്കെ കാണാനും സ്നേഹിക്കാനും അടുക്കാനുമാണ് ഭഗവാൻ ഇഷ്ടം. ഭഗവാനും ഭക്തരും തമ്മിലുള്ള ഇപ്പൊ നമ്മുടെ കൂട്ട് ഈ നമ്മൾ ഈ ഡമ്പ് കാണിക്കത്തില്ലേ? ഇപ്പം ഔദ്യോഗിക ജീവിതത്തിൽ അല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ വരുമ്പോഴും ആ ഔദ്യോഗിക ജീവിതത്തിന് ഡമ്പ് കാണിക്കും. ഞാൻ ഇന്നതാണ്, വലിയ ഉദ്യോഗസ്ഥനാണ് എന്നുള്ള ഡമ്പ് കാണിക്കും. ഇവിടെയാണ് ഭഗവാന്റെ ലാളിത്യം പറയുന്നത്. അതാണ് ആറ് ഐശ്വര്യങ്ങൾ ഭഗവാൻ കാണിക്കുന്നത്. ഇപ്പം വളരെ ലാളിത്യമായിട്ട്, വളരെ ഒരു അമ്മയുടെയും മകന്റെയും ആ സ്നേഹവും ലാളനയും, ആ ഒരു മാതൃപുത്ര ബന്ധം അത് നിലനിർത്താൻ ഭഗവാൻ ആദ്യം മുതൽ അവസാനം വരെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതേസമയം ഭഗവാൻ ആരാണെന്ന് യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് അതെ. മാതാജി പിന്നെ അക്രൂരനാണോ കംസന്റെ മെസ്സേജുമായിട്ട് വരുന്നത്, വിളിച്ചുകൊണ്ട് പോകാൻ വരുന്നത്? അക്രൂരനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അക്രൂരൻ ഇടയ്ക്ക് നദിയിൽ കുളിക്കാൻ പോകും അല്ലേ? ആ സമയത്തും അക്രൂരൻ നദിയിലേക്ക് മുങ്ങുമ്പോഴും ഭഗവാന്റെ ഫുൾ ദർശനം അക്രൂരരെ കാണിക്കുന്നുണ്ട്. പിന്നെ കുളിച്ചു കഴിഞ്ഞു ജലത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോഴത്തേന് ഇതെല്ലാം അറിയും. ഇത് ഭഗവാന്റെ ഒരു ട്രിക്കാണ്. നല്ല രസമാണ്. അത് ഭഗവാനുമായിട്ട് ഇങ്ങനെ അടുത്തടുത്ത് നമ്മൾ അങ്ങനെ ഭഗവാനെ ഇങ്ങനെ എപ്പോഴും സ്മരിക്കുമ്പോൾ മാത്രമേ ഈ ദർശനങ്ങൾ നമുക്ക് അറിയാതെ കിട്ടത്തുള്ളൂ. നമുക്ക് അറിയാതെ നമ്മുടെ രോമമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരും ഇത് കേൾക്കുമ്പം തന്നെ. അപ്പൊ നമുക്ക് ശ്രീരാമ അവതാരം വായിക്കാം അല്ലേ? ഓക്കെ, ആര് വായിക്കും? സുമാജി വായിക്കുകയാണോ? വായിച്ചു. ശ്രീരാമവതാരം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലമർക്കവന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിരി. നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി. ഞാൻ അന്ന് പറഞ്ഞല്ലോ അത്.
ബൃഹസ്പതി മറ്റേ കർക്കിടകത്തില് അതെ 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 കർക്കടൻ തുലാത്തിലും അല്ല കർക്കടകത്തിലുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനുമത്യുച്ചസ്തുനുദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചതു ദേവകളും പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചോരു നേരം സഹസ്രായുധം ഉദിച്ചുയരുന്നതുപോലെ ഭവനാരാധ സനകാരി സഹസ്രനേത്രമുഖ ബുദ്ധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മല മകുടവും സുന്ദര ചികിരവും അളക സുഷമയും കാരുണ്യാമൃത രസസമ്പൂർണ നയനവും ആരണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാബ്ജഗദാ ശോഭിത ഭുജങ്ങളും ശംഖസന്നിപകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചിനൂപൂരമുഖ മണ്ഡനങ്ങളും ഇന്ദു മണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പദാംജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോഷകനായ ജഗത്സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൾ. അങ്ങനെ കൗസല്യാദേവി എത്ര സുന്ദരമായിട്ട് ഭഗവാനെ പരിപൂർണതമനായിട്ട് കാണുകയാണ്. എന്ത് രസമാണ് കാണാൻ. ഇപ്പം എങ്ങനെ ദേവകിയമ്മ കണ്ടോ അതുപോലെ തന്നെ കാണുകയാണ്. ഇനി കൗസല്യ സ്തുതി മീരാജ് വായിക്കുമോ? മ്യൂട്ടാണ് മീരാജ് മ്യൂട്ടാണ്. അല്ല ഏതിലാ വരുന്നേ ചോദിക്കുക മണിലാൽജി. ഇത് ഞാന് കൗസല്യ സ്തുതി ആദ്യം തൊട്ട് പുത്രകാമേഷ്ടി ഉണ്ട്. അതെ, ശ്രീരാമാവതാരം വായിച്ചു. നെക്സ്റ്റ് ഹെഡിങ് 610 ശ്ലോകം വരും കൗസല്യ സ്തുതി. പുത്രകാമേഷ്ടി കഴിഞ്ഞിട്ട് വിശ്വാമിത്രന്റെ യാഗരക്ഷയല്ലേ വരുന്നത്? അല്ല എന്തായാലും കൗസല്യ സ്തുതി വന്നിട്ട് ഹെഡിങ് ഉണ്ടാവും അവിടെ. ചില ഹെഡിങ് പേജ് 31 മാറും. 30 പുത്രകാമേഷ്ടി ഉണ്ട്. അതെ, ശ്ലോകം നമ്പർ 610 വരും. 2 ഹെഡിങ്ങിലേക്ക് ബാക്കിലേക്ക് പോകും കിട്ടും കൗസല്യ സ്തുതി. 2-3 ഹെഡിങ് പൊക്കും ബാക്കിലേക്കോ? അതെ, അത് കഴിഞ്ഞിട്ട് പുത്രകാമേഷ്ടി കഴിഞ്ഞിട്ട് അതില് കൗസല്യ സ്തുതി ഉണ്ടാവും. ഒരു 5-6 പേജ്. മഹല്യമോക്ഷ അതൊക്കെയാണ് എന്റെ മഹല്യമോക്ഷത്തിനൊക്കെ മുമ്പാ കേട്ടോ. കൗസല്യ സ്തുതി ബാല്യവും കൗമാരവും ഉണ്ടാവും. ഓരോ ബുക്ക് ഓരോ പേജ് നമ്പർ പറയാൻ പറ്റില്ല. ശ്ലോകം നമ്പർ നോക്കൂ മീരാജ്. 610 ഇല്ല, ശ്ലോകം നമ്പറും ഇല്ല. അങ്ങനെ ഇല്ല ഇതില്. പുത്രകാമേഷ്ടി. അതെ, ഒരു മിനിറ്റ്. അഹല്യമോക്ഷത്തിന്റെ മൂലം നമസ്തേ ദേവദേവ ശംഖചക്ര അതാ തുടങ്ങണത്. ശൗരേ നമസ്തേ ജഗൽപദേ നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദി ഗുണത്രയമാശ്രയിച്ചെന്തിനിതെന്നോ ഉത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ.
പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമശൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ അദ്വയൻ അദ്വയൻ അജനമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസ പത്മമധൂപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിലിങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധമായി എനിക്കിപ്പോൾ. ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാംബുധൗ നിത്യവും നിർമ്മഗ്നയായത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നെ ഫലത്തിനാൽ ഇന്നു നിൻ പാദാംബോജം കാൺമാനും യോഗം വന്നു. തൊൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണമിക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ്വര മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപദേ. കേവല മൗലീകികം വൈഷ്ണവമായ രൂപം ദേവേശ മറക്കേണം മറ്റുള്ളോർ കാണും മുൻപേ. ലാളനാശ്ലേഷാദ്യനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭക്തവത്സലൻ പുരുഷോത്തമൻ. കുറച്ച് ഞാനും വായിക്കാം. ഓക്കെ, എന്നിട്ട് മാതാവി ഹരേ കൃഷ്ണ. മണിലാൽ പ്രഭു, ഹരേ കൃഷ്ണ. 2 ലൈനും കൂടെ വായിച്ച ആ പാരഗ്രാഫ് തീരും. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. ഭക്തിപൂണ്ടിതം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു. മാതാവേ, ഭവതിക്കെന്തിഷ്ടമാകുന്നതൻ എന്നാൽ അതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നോരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പാദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ. ഇവിടം വരെ വായിച്ചാ മതിയാ മാതാജി? നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ. അല്ലെ, കൗസല്യ ദേവിയോട് ഭഗവാൻ പറയുകയാണ്, പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണമിപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തും ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളൊന്നില്ലല്ലോ. പിന്നെയൊരു ജന്മസംസാര ദുഃഖം എന്നുടെ രൂപമിതം നിത്യവും
ധ്യാനിച്ചു കൊള്ളുന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും. യാതൊരു മർത്തനിക നമ്മിലെ സംവാദം ഇതാതരാൻ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമവനു സാരൂപ്യമെന്നറിഞ്ഞാലും. ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം. ഇത്തരം അരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നു. ഇന്ദ്രനീലാപൂണ്ട് സുന്ദരരൂപം നരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭൂവി വന്നവതാരം ചെയ്താൻ. നന്ദനുണ്ടായിതെന്നാശു കേട്ടോരു പന്നി ചന്ദനാഥ പരമാനന്ദ കുലനായാൻ. പുത്രജന്മത്തെ ചൊന്ന് വൃദ്ധ്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷാണാദ്യഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ. പുത്രവൈക്താബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേയിസുതൻ പിറ്റേ നാളും. സുമിത്രാപുത്രന്മാരായുണ്ടായതിരുവരും മിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മൻ ബാലന്മാർക്കെല്ലാവർക്കും ചെയ്തിതു സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും. സ്വർണ്ണരത്നൗഘവസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാത്തോളം ദാനം ചെയ്തു ഭൂദേവാനാം. വിണ്ണവർ നാട്ടിലുണ്ടായിതു മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും. ഹരേ രാമ. സച്ചേച്ചി വായിച്ചു. സമസ്ത ലോകങ്ങളും ഡോക്ടർ ജി മ്യൂട്ടാണ്, വായിച്ചോളാൻ പറഞ്ഞതാണ്. സമസ്ത ലോകങ്ങളും ആത്മാവാമെങ്കിലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്ത് വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരനും രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേയി തനയനും ഭരതനെന്നു നാമമരുളിച്ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമമരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരന രാജനും
നാമധേയവും 4 പുത്രന്മാർക്കും വിധിച്ചവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ സാമൂതം ബാലക്രീഡതൻ പരത്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാര് ഒരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനു സാരവശാൽ ഓമുളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃത പൂർണാപദം പൂർണ്ണാഭാംഗവീക്ഷണം കൊണ്ടും സാരസ്യവക്ത വർണ്ണാലാഭപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും വിശേഷാനന്ദ പ്രതദേഹമാർദ്ദവം കൊണ്ടും ബന്ധുകഥാംബര ചുംബന രസം കൊണ്ടും സ്പഷ്ടം കൊണ്ടും ഭൂതലസ്ഥിത പാദാബ്ജായ യാനം കൊണ്ടും മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും സാധനനും നഗരവാസികൾക്കും നീതി നൽകിനാൻ സമസ്തേന്ദ്രിയൻക്കുമെല്ലാം. ഹരേ കൃഷ്ണ. എന്റെ കണ്ണാടി ശരിയാവുന്നില്ല കേട്ടോ, ക്ലിയർ ആവുന്നില്ല. കുഴപ്പമില്ല, നമ്മള് അർത്ഥം വാക്കുകൾ നോക്കി പോണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നീണ ഒരു വിഷയമേ അല്ല. പാലദേശാന്തേ സ്വർണാശ്വത്ഥ വർണ്ണമായ മാലയെ അണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞ വിമിഞ്ചരുതരമായ കഞ്ചന നേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാര മണികുണ്ടലം മിന്നിടുന്ന സ്വർണദർപ്പണ സമ ഖണ്ഡമണ്ഡലങ്ങളും ശാർദുല നഖങ്ങളും വിദ്രുമ മണികളും ചേർത്തുടൻ കാർത്ത സ്വരമണികൾ മധ്യേ ഓർത്തു ചാർത്തിയിടുന്നൊരു ഖണ്ഡാകാണ്ഡവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസീമാല്യങ്ങളും നിസ്തുല പ്രഭ വസ്ത്രാഞ്ജന വിലാസവും അംഗങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കഞ്ചനാ സദൃശ പീതാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ കൊണ്ട് സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കുനാഥൻ ഭർത്താവിനതി വാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർ മാനിനിദാനം കളിച്ചു വിളങ്ങിനാൾ ഭൂതലത്തിങ്കലെല്ലാമെന്നും തൊട്ടു ദിനം പൂതിയും വർദ്ധിച്ചിതു ലോകവും ആനന്ദിച്ചു. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മള് ശ്രീരാമാവതാരവും കൗസല്യ അമ്മ ഭഗവാനെ കണ്ടിട്ട് ഭഗവാനെ വർണ്ണിക്കുന്നതും ഭഗവാനെ സ്തുതിക്കുന്നതും ഒക്കെയാണ്. ഇതേപോലെയാണ് ശ്രീമദ് മഹാഭാഗവതത്തില് വസുദേവരും ദേവകി അമ്മയും ഭഗവാനെ കണ്ടിട്ട് വർണ്ണിക്കുന്നത്. ഇത് തം അത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം
ശംഖുഗദാദിയുധായുധം. ഞാൻ ഭാഗവതമാണേ പറയുന്നത്, നല്ല രസത്തിലാണ് വർണ്ണിക്കുന്നത്. ശ്രീവത്സലിഷ്മംഗളശോഭികൗസ്തുഭം. ഇത് തന്നെയാണ് ശ്രീരാമചന്ദ്രനെ കാണുന്നത്, ഇതേപോലാണ് കാണുന്നത് കൗസല്യ ദേവി. പീതാംബരം സാന്ദ്രശയോധസൗഭഗം മഹാർഗവൈഡൂര്യ കിരീടകുണ്ടലം തിഷാ പരിഷക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ചി കങ്കണ ആദിഭിഹി വിരോചമാനം വസുദേവ ഐക്ഷത. ഇതേപോലെ വളരെ മനോഹരമായി കണ്ടിട്ട് പിന്നീട് സ്തുതിക്കുന്നതാണ് ഭാഗവത്തില്. ദശമസ്കന്ധത്തില് വീണ്ടും ഭഗവാനെ സ്തുതിക്കുന്നത് കേൾക്കാം നമുക്ക്. ഗർഹാപീഠം നടവരവഭുഹു എഴുതി വെച്ചോ. ദശമസ്കന്ധത്തില് ദശമസ്കന്ധം, അതായത് 10ാമത്തെ സ്കന്ധം 21ാമത്തെ ചാപ്റ്ററിലാണ് 5ാമത്തെ ശ്ലോകമാണിത്. നല്ല രസമാണ്. ഇപ്പൊ ഇതൊക്കെയാണ് ഭഗവാനെ വിളക്ക് കൊടുത്തിട്ട് ഇങ്ങനെയാണ് സ്തുതിക്കുന്നത്. അങ്ങ് സ്തുതിക്കുമ്പോൾ തന്നെ ഭഗവാൻ അങ്ങ് അലിയും. വെണ്ണ, അത് അഗ്നിയിലെടുത്ത് വെണ്ണ വന്ന് വെണ്ണ ഉരുകുന്നത് പോലെ ഉരുകി നമ്മുടെ ദേഹത്തോട്ടങ്ങ് വരും. അപ്പൊ ആ ഒരു ഭക്തിയോടെ സ്നേഹത്തോടെ ഭഗവാന്റെ അടുത്ത് നിൽക്കണം. വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഭഗവാന്റെ അടുത്തോട്ട് ഭക്തിയോടെ. കണ്ണങ്ങ് നിറയണം. ദുർഹാപീഠം നടവരവഭുഹു കന്നയോ കന്നികാരം. മാതാജി ചൊല്ലിക്കൊള്ളൂ. ആ മ്യൂട്ടാണ്. ചാറ്റിലിട്ടു, അപ്പൊ എല്ലാവർക്കും കാണാം. ശ്ലോകം. ബർഹാപീഠം നടവരവഭു കർണയോ കർണികാരം बिभ्रद्वासा कनककबिशं वैजयन्तीं च मालां रन्ध्रान् वेणोरधरसुदयो आपूर्यन् गोपवृन्देर् वृन्दारण्यं स्वपदरमणं प्राविशाद्गीतकीर्तिः. സുന്ദരമാണ്. അതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാൻ പറ്റുമോ? മതി വായിക്കാം. മീരാജി വായിച്ചോളൂ, പാടിക്കോളൂ. ആരാ പാടിയത് ഈണത്തില് ഇതിനിടയ്ക്ക്? അല്ലല്ല, പാടിക്കോളൂ. ഞങ്ങൾക്ക് ഈണം അറിയത്തില്ല, അതുകൊണ്ടാണ്. പാടിക്കോളൂ, വേറെ ആരുമില്ല. മ്യൂട്ടാണ്, മ്യൂട്ടാണ്, മ്യൂട്ടാണ്. അല്ല, ഞാൻ അറിയാതെ വായിച്ചതാ. അത് മാതാജി വായിക്കട്ടെ. അത് ഈണത്തിലാണ്. മായ ട്രാൻസ്ലേഷൻ വായിക്കും. ഒരു പാട്ട് ഒന്നുകൂടെ ശ്ലോകം വായിച്ചോളൂ. അയ്യോ, എനിക്ക് അതറിയില്ല മല്ലാജി. എന്നാലും വായിച്ചോളൂ. രണ്ടുപേര് പാട്. പറഞ്ഞ ബ്രഹ്മാപീഠം ബർഹാപീഠം നദവരവപൂ കർണയോ കർണികാരം ബിഭ്രാവസാ കനക കബിസം വജയന്തിം ച വെറുതെ ഇങ്ങനെ കണ്ടപ്പോ നമുക്ക് അറിയാമല്ലോ. വൈജയന്തിം ച മാലം മാലാം വേണോരധരസുദയപുരൻ പുരായൻ ഗോപവൃന്ദൈർ വൃന്ദാരണ്യം സ്വപദർമണം പ്രവിശ്യത ഗീതകീർത്തി. ഇത്രേ ഉള്ളു. ബർഹാപീഠം നടവരവഭൂ കർണയോ കർണകാരം കനകകപിസം വൈജയന്തിം ജമാലം രന്ധാൻ വേണോർ അധരസുധയ ആപൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രവിശദ്ഗീത കീർത്തി. വിദ്യാജി ചൊല്ലാമോ?
ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ബർഹാപീഠം നടവര വപുഹു കർണയോ കർണികാരം വിഭ്രദ്വാസ കനക കപിശം വൈജയന്തിം ച മാലാം രന്ധ്രാൻ വേണോർ അധര സുദയാ ആപൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീതകീർത്തിഃ. വെരി ഗുഡ്. സുമാജി ചെല്ലാമോ? മ്യൂട്ടാണ്. പ്രഭു നെക്സ്റ്റ് ടൈം ഇന്നില്ല. ഓക്കെ. ചേച്ചി മ്യൂട്ടാണ്. എനിക്കത് കിട്ടൂല. ഓക്കെ. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് ഈ ശ്ലോകം വായിച്ചതിന്റെ കാരണം അടുത്ത പ്രാവശ്യം രാമായണത്തിന് ഒരു പ്രഭാഷണം വിളിക്കാൻ സുമാജിയെ നീരാജിയെ വിളിക്കുകയാണ്. എത്ര സുന്ദരമായിട്ട് ഈ ശ്രീരാമ അവതാരത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഭാഗവതം ഈ ശ്ലോകം കൂടെ കോട്ട് ചെയ്യുമ്പം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇതിനകത്ത് കാര്യമില്ല. അപ്പൊ മനസ്സിലായില്ലേ? എന്ത് രസമാണ് ഭഗവാനെ കുറിച്ച് ആ കേൾക്കുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ആ സ്തുതികൾ. ഇതിനകത്ത് വേറെ വലിയ തത്വങ്ങളോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. തത്വം ഒന്നും നോക്കിയിട്ടല്ല കൗസല്യാദേവി ഭഗവാനെ കണ്ടിട്ട് ഭഗവാനെ സ്തുതിക്കുന്നത്. സാഷ്ടാംഗം പ്രണമിച്ച് അങ്ങനെ സ്തുതിക്കുകയാണ്. മണിലാൽജി, ഇതിപ്പോ കൗസല്യ ദേവി സ്തുതിച്ചു, അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പറയണത് ഫുൾ കൗസല്യ ദേവി തന്നെയാണോ? കൗസല്യദേവി തന്നെയാണ് പറയുന്നത്. ഇതെല്ലാം പറയുന്നത് കൗസല്യ ദേവി തന്നെയാണോ? അതെ 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 അതെ. അത് കഴിഞ്ഞിട്ട് കൗസല്യ സ്തുതി കഴിഞ്ഞിട്ട് പിന്നെ ആ നാമകരണത്തെ പറ്റിയാണ് പറയുന്നത്. വസിഷ്ഠ മുനി ശ്രീരാമചന്ദ്രനെ നാമകരണം ചെയ്യുന്നു. പിന്നെ മറ്റുള്ളവരെ നാമകരണം ചെയ്യുന്നതും. അപ്പൊ ആ നാമത്തിന് പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്ന് സുമിത്രാദേവിയുടെ മകനെ ശത്രുഘ്നൻ എന്ന് പേരിടുമ്പോൾ ശത്രുക്കളെ വധിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കുട്ടികൾക്ക് പേരിടുമ്പോൾ ആ പേര് തന്നെയെ പിന്നെ പൂർണ്ണമായും വിളിക്കാവൂ എന്ന് പറയുന്നത്. ഒരു പേരിടും, പിന്നെ വീട്ടിൽ വിളിക്കുന്നതിന് അന്നിയും ഇന്നിയും മുന്നി ചിന്നു ക്ഷമിക്കണം കേട്ടോ. അപ്പം ആ സമയത്ത് ഒരു ചെറിയൊരു ജോക്ക് ഉണ്ട്. എന്താ പറയാ, നമ്മുടെ അച്ഛന്റെ പേര് കൃഷ്ണകുമാർ, അമ്മയുടെ പേര് അച്ഛന്റെ പേര് കൃഷ്ണകുമാർ, അമ്മയുടെ പേര് മിനി. അപ്പൊ കുട്ടിക്ക് എന്താ രണ്ടിലെ ആദ്യത്തെ അക്ഷരം എടുക്കുന്നത്? അവിടെയാണ് കുഴപ്പം. നമ്മുടെ പേരാണോ എടുക്കേണ്ടത്, ഭഗവാന്റെ പേരാണോ എടുക്കേണ്ടത്? അതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ വിളിക്കുമ്പം ആ കുട്ടിയെ അച്ഛന്റെയും അമ്മയുടെയും ഓരോ അക്ഷരം ഇട്ട് പേരെടുക്കുമ്പോൾ നമ്മൾ വിളിക്കുമ്പം ആരെയാണ് ഓർമ്മിക്കുന്നത്? നമ്മളെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് പേരിട്ടു. അതേസമയം ഭഗവാന്റെ പേരുകൾ ആ നാമങ്ങൾ ഇടുമ്പോൾ നമ്മൾ ആരെ ഓർമ്മിക്കും? അറിയാതെ തന്നെ ഭഗവാനെ ഓർമ്മിക്കും. അതുകൊണ്ടാണ് അജാമളന് മോക്ഷം കിട്ടിയത്. ഒരു കാലത്ത് നല്ലൊരു ഭക്തനായി വന്നിട്ട് പിന്നീട് ഇതൊക്കെ പ്രഭാഷണം ചെയ്യുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് എടുത്തിടണം. അങ്ങോട്ട് നമ്മളെ അല്ലെങ്കിൽ പേരിടുമ്പോ ഭഗവാന്റെ പര്യായങ്ങൾ തന്നെയല്ലേ? അതെ അതെ. അപ്പം ആ നാമത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അജാമളന് ആ മോക്ഷം കിട്ടിയത്. ഭഗവാന്റെ നാമം വിളിച്ചത് കൊണ്ടാണ്. വിളിച്ചത് ആരെയാണ്? പുത്രനെയാണ് വിളിച്ചത്. പക്ഷേ ആ സബ് കോൺഷ്യസ് മൈൻഡില് അത് വിളിക്കാൻ തോന്നിയത് അദ്ദേഹം ഒരു കാലത്ത് വളരെ വലിയ ഭക്തനായിരുന്നു. പ്രത്യേക ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന് മറ്റു ചിന്തകൾ വന്നുപോയി. പക്ഷെ അത് ഭഗവാൻ ക്ഷമിച്ചു. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഈ ഭക്തിയുത സേവനത്തിലേക്ക് ചെറിയ ഒരു കാൽവെപ്പെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ രക്ഷപ്പെടും എന്നുള്ളത്.
ഇവിടെ ഇനി അതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ ശ്രീരാമചന്ദ്രൻ ത്രേതായുഗത്തില് ഭൂമിദേവിയുടെ അപേക്ഷ പ്രകാരമാണ് അന്നേരവും ഇതെല്ലാം സഹിക്കേണ്ടത് ഭൂമിദേവിയല്ലേ, അമ്മയല്ലേ, നമ്മുടെ മാതൃദേവിയാണ്. ഭാരങ്ങളെല്ലാം സഹിക്കുന്നത്. ഇപ്പൊ ദ്വാപരയുഗത്തിലും ഭൂമിദേവി തന്നെയാണ് ഭഗവാന്റെ അടുത്ത് പോയി പരാതി പറയുന്നത്. ത്രേതായുഗത്തിലും ഭൂമിദേവി തന്നെയാണ്. അതാണ് സർവം സഹയാമിയോ അല്ലേ, ഭൂമിദേവിയെ പറയുന്നത്. അങ്ങനെ ഭൂമിദേവി പോയിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ശ്രീരാമചന്ദ്രൻ ത്രേതായുഗത്തിൽ അവതരിക്കുന്നത്. അപ്പം പറയുന്നത് ഇങ്ങനെയാണ്, ഭഗവാനെ, രാവണൻ എന്നൊരു രാക്ഷസനുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ കഥയിലേക്ക് പോവുകയാണ്. രാവണൻ എന്നൊരു രാക്ഷസനുണ്ട്, അവൻ വല്ലാതെ ഉപദ്രവിക്കുന്നു. ആ വിശ്വസുവിന്റെ പുത്രൻ, ആരുടെ പുത്രനാണ് രാവണൻ? നോട്ട് ചെയ്യണം, വിശ്രവസിന്റെ പുത്രനാണ്. ഇപ്പൊ രാവണന്റെ അച്ഛന്റെ പിതാവിന്റെ പേരാണ് വിശ്രവസ്. പിതാവിന്റെ പേര് വിശ്രവസ്. ഇത് നമ്മൾ വായിച്ച ഭാഗത്തിന്റെ കഥയാണോ പറയണേ? യെസ്. അത് ഇപ്പൊ കൗസല്യസ്തുതിക്ക് മുമ്പായിട്ടാണോ ഇത് വരുന്നത്? അതെ, രാമാവതാരത്തിന് മുമ്പായിട്ട് പുത്രകാമേഷ്ടി യാഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ തയ്യാറെടുപ്പാണ്. ഇപ്പം പരാതി പറയുകയാണ് ഭൂമിദേവി എടുത്ത് പരാതി പറയുമ്പോൾ പറയുന്നതാണ് ഭഗവാന്റെ അടുത്ത്, ഭഗവാന്റെ അടുത്ത് പറയുകയാണ്, ഭഗവാനെ, രാവണൻ എന്നൊരു രാക്ഷസനുണ്ട്, അവൻ വല്ലാതെ ഞങ്ങളെ ഉപദ്രവിക്കുന്നു, ആളുകളെ ഉപദ്രവിക്കുന്നു. ആ വിശ്രവസിന്റെ പുത്രൻ 3 ലോകത്തെയും ആരെയും പൊറുപ്പിക്കുന്നില്ല, ഭൂമിയിൽ മാത്രമല്ല. അപ്പം ഇത് ബ്രഹ്മാവന്ദനം പറയും, ഇതിന്റെ തെറ്റുകാരൻ ഞാൻ തന്നെയാണ്. വരം കൊടുത്തപ്പോൾ ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകുമെന്ന് അറിഞ്ഞില്ല എന്ന് ബ്രഹ്മാവ് ഭഗവാന്റെ അടുത്ത് പറയുന്നുണ്ട്. കാര്യം മനുഷ്യന്റെ കൈകൊണ്ട് മാത്രമേ അവൻ മരിക്കൂ എന്നുള്ള വരമാണ് രാവണൻ എടുത്തിരിക്കുന്നത്. ഇപ്പം അത് കഴിഞ്ഞിട്ട് മഹാവിഷ്ണു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ബലബലം കൊണ്ട് ശക്തനാണ് രാവണൻ, നിസ്സാരനല്ല. അപ്പൊ അതിന്റെ കാര്യം പറയാണ്, പണ്ട് കശ്യപ മഹർഷി മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. കഠിന തപസ്സാകയാൽ വരം കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്തായിരുന്നു വരം ചോദിച്ചതെന്നോ? അപ്പം മഹാവിഷ്ണു ഒരു കഥ പറയുകയാണ്. മഹർഷിയുടെ മകനായി മഹാവിഷ്ണു പിറക്കണം. വല്ലാത്ത മോഹം. അന്ന് നൽകിയ വരം രാവണന് നേരെ പ്രയോഗിക്കാം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. അപ്പൊ ഓരോരോ നിയോഗമായിട്ടാണ് ഭഗവാൻ വരുന്നത്. അങ്ങനെ ദേവന്മാരെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കശ്യപ മഹർഷിക്ക് കൊടുത്ത വരം സത്യമാക്കാൻ ഭഗവാൻ തീരുമാനിക്കുകയാണ്. ഉത്തരകോസലം എന്നൊരു രാജ്യമുണ്ട്, പ്രസിദ്ധമായ അയോധ്യയാണ് അതിന്റെ തലസ്ഥാനം. അപ്പം സ്ഥലം ഉത്തരകോസലം, രാജ്യം ഉത്തരകോസലം, അതിന്റെ തലസ്ഥാനം അയോധ്യ. ഇതൊക്കെ ഓർമ്മ വേണേ സുമാജി. ഉത്തരകോസലം എന്ന രാജ്യം, അതിലെ തലസ്ഥാനം അയോധ്യ. ഇത് പറയുന്നത് നമ്മൾ വായിച്ച ഭാഗങ്ങളുടെ വിശദീകരണമാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അവിടെ ദശരഥ രാജാവായി കശ്യപ മഹർഷി ജനിക്കുകയാണ്. കശ്യപ മഹർഷിയുടെ അടുത്ത ജന്മമായിട്ട് ദശരഥ മഹാരാജാവ് വരികയാണ്. കശ്യപ മഹർഷിക്ക് പണ്ട് ഭഗവാൻ കശ്യപ മഹർഷി ചോദിച്ച വരം നിറവേറ്റി കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ ദശരഥ രാജാവായിട്ട് കശ്യപ മഹർഷി ജനിക്കുകയാണ്. എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത്, പ്രജാവത്സലനാണ്, ധർമ്മിഷ്ഠനാണ്, സൽഭരണം കാഴ്ചവെച്ചു, സർവ്വതും പുകഴ്ത്തി. എന്നാൽ പൂർവ്വജന്മത്തെ കുറിച്ച് ഒന്നും ഈ ദശരഥ മഹാരാജാവിന് അറിയത്തില്ല. പക്ഷേ ദശരഥ മഹാരാജാവിന് വീണ്ടും പുത്രദുഃഖം വരികയാണ്. കാര്യം പുത്രനില്ല. ദശരഥ മഹാരാജാവ് കുട്ടികൾ ഉണ്ടാവാത്തതിലുള്ള ദുഃഖം അനുഭവിക്കുന്ന കാലം, അതിന് പരിഹരിക്കാൻ ആർക്കും കഴിഞ്ഞതുമില്ല. അങ്ങനെ ദശരഥ രാജാവിന്റെ പുത്രനായി കൗസല്യ രാജ്ഞിയിൽ അവതരിക്കാമെന്ന് ഭഗവാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പാണ്. ദശരഥൻ മറ്റു രാജ്ഞിമാരിൽ അനുജന്മാരും പിറക്കും. അടുത്താണ് ജനകരാജ്യം. അവിടെ ലക്ഷ്മി ദേവിയും ജനിക്കും. ദേവിയോടൊപ്പം ചേർന്ന് വേണ്ടത് ചെയ്തു കൊള്ളാം എന്ന് ഭൂമി ദേവിയോട് പറയുന്ന രംഗമാണ്.
കാര്യങ്ങളെല്ലാം ഭഗവാൻ എല്ലാം അറേഞ്ച്മെന്റ് ചെയ്യുകയാണ്. കശ്യപ മഹർഷി ദശരഥനായിട്ട് ജനിക്കും. അവിടെ ദശരഥന്റെ ഭാര്യയായ കൗസല്യയിൽ ഞാൻ ജനിക്കും. മറ്റു രാജ്ഞിമാരിൽ മറ്റ് അനിയന്മാരും ജനിക്കും. ഭഗവാന്റെ മറ്റ് അംശ അവതാരങ്ങളും ജനിക്കും. ലക്ഷ്മണനും ഭരതനുമെല്ലാം അംശ അവതാരങ്ങളാണ്, ജനിക്കും. തൊട്ടടുത്ത് ജനകരാജ്യത്തിൽ സാക്ഷാ ലക്ഷ്മി ദേവിയും ജനിക്കും. അങ്ങനെ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ അവതാര രഹസ്യം കേട്ട് അങ്ങനെ ദേവന്മാർ അവതാര രഹസ്യം കേട്ട് സന്തോഷിച്ചു. രാക്ഷസന്മാരെ അമർച്ച ചെയ്യാൻ ബ്രഹ്മാവ് സർവവിധ സഹായവും വാഗ്ദാനം ചെയ്ത് മഹാവിഷ്ണു ആവശ്യപ്പെട്ടതെല്ലാം മഹാവിഷ്ണു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും അടുത്ത തയ്യാറെടുപ്പാണ്. ഭഗവാൻ പറയും, ദേവന്മാരെടുത്തെല്ലാം പറയും, നിങ്ങൾ എല്ലാവരും കുരങ്ങന്മാരായിട്ട് വാനരന്മാരായിട്ട് ജനിച്ചു വരണം എന്ന് പറയും. അങ്ങനെ അപ്പം ദേവലോകത്തു നിന്നാണ്, നിസ്സാരമല്ല. അതുകൊണ്ടാണ് വൃന്ദാവനത്തിൽ പോകുമ്പോഴും നമ്മൾ ആ കുരങ്ങന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നത്. ഇതെല്ലാം വെറും കുരങ്ങന്മാരല്ല, പിന്നെ ഗോലോകത്തിൽ നിന്ന് വന്ന ദേവന്മാരാണിത്. അങ്ങനെ വാനരന്മാരുടെ പട രാവണ യുദ്ധത്തിന് ആവശ്യമാണ്. അങ്ങനെ മഹാവിഷ്ണുവിന്റെ ആവശ്യം ദേവന്മാർ സ്വീകരിക്കുകയും അതുപോലെ ആ രീതിയിൽ ചെയ്യാമെന്ന് ദേവന്മാര് സമ്മതിക്കുകയും ചെയ്യും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുലഗുരു വസിഷ്ഠനും വേദപണ്ഡിതനും ഋഷിശ്രേഷ്ഠന്മാരും അയോധ്യ തിരക്കിട്ട് ആലോചന തുടങ്ങി. അങ്ങനെയാണ് പുത്രകാമേഷ്ടി യോഗം. ഇതെല്ലാം ഒരു നിമിത്തമാണ്. അങ്ങനെ ആ ദശരഥ മഹാരാജാവിന്റെ ആ സങ്കടം കണ്ടിട്ട് കുലഗുരുവായ വസിഷ്ഠനും വേദപണ്ഡിതന്മാരും ഋഷിശ്രേഷ്ഠന്മാരും അയോധ്യ തിരക്കിട്ട് ആലോചന തുടങ്ങി. പുത്ര സൗഭാഗ്യത്തിനുള്ള യാഗം പുത്രകാമേഷ്ടി നടത്താൻ പോവുകയാണ്. ഇതേപോലെ പുണ്യാകവ്രതം പാർവതീദേവി എടുത്തിട്ടാണ് ഗണേശനെ കിട്ടുന്നത്. അതും ഭഗവാന്റെ അംശാവതാരമായിട്ടാണ് വരുന്നത്. അങ്ങനെ തപോനിധിയായ ഋഷിശൃംഗന്റെ നേതൃത്വത്തിൽ നോക്കണം, പേരുകൾ നോട്ട് ചെയ്യണം. കുലഗുരു വസിഷ്ഠനും വേദപണ്ഡിതനായ ഋഷിശ്രേഷ്ഠന്മാരും അയോധ്യയില് പുത്ര സൗഭാഗ്യത്തിനുള്ള യാഗം പുത്രകാമേഷ്ടി ചെയ്യാൻ ദശരഥനെ എന്റെ അടുത്ത് ഉപദേശിക്കുകയും തപോനിധിയായ ഋഷിശൃംഗന്റെ നേതൃത്വത്തിൽ മഹായാഗത്തിന് രൂപം നൽകി. ഋഷിശൃംഗൻ 4 പുത്രന്മാർ ജനിക്കാനുള്ള യോഗം കാണുന്നു എന്ന് ഋഷിശൃംഗൻ പറയും. വസിഷ്ഠ മഹർഷി അങ്ങനെ ദശരഥനെ സമാധാനിപ്പിച്ചു. യജ്ഞ അവസാനം തീർച്ചയായും ഫലം കാണുമെന്ന് പറഞ്ഞു. ശാസ്ത്രവിധി പോലെ ദശരഥൻ യാഗം നടത്താൻ തീരുമാനിച്ചു. തത്ശാസ്ത്രം അനുസരിച്ച് യാഗശാല ഉയർന്നു. യാഗത്തിലെ പങ്കാളികളായ ഋഷിമാർക്കും കർമ്മികൾക്കും താമസിക്കാൻ പർണശാലകൾ, പരികർമ്മികൾക്ക് ആലയങ്ങൾ, സാമന്ത രാജാക്കന്മാർക്കും മന്ത്രിമാർക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും കൊട്ടാരങ്ങൾ, പലതരം ഭക്ഷണശാലകൾ എല്ലാം എല്ലാം തയ്യാറാക്കി വെച്ചു. യജ്ഞദ്രവ്യങ്ങൾ എല്ലാം റെഡിയാക്കി. ഒന്നിനും ഒരു കുറവ് പാടില്ലെന്ന് ദശരഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഋഷിശൃംഗ ബ്രഹ്മമഹർഷിയെയും ഭാര്യ ശാന്താദേവിയെയും ഋഷിശൃംഗന്റെ ഭാര്യ ശാന്താദേവിയുടെയും യജ്ഞത്തിൽ കാർമിക നേതൃത്വം ഏൽപ്പിച്ചു. ദശരഥൻ യാഗ ദീക്ഷ കൈക്കൊണ്ട് പത്നിമാർ വ്രതം അനുഷ്ഠിച്ചു. വസിഷ്ഠ മഹർഷി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അപ്പം ഇതിന്റെ യജ്ഞത്തിന്റെ കാർമിക നേതൃത്വം എടുക്കുന്നത് ശാന്താദേവിയാണ്, ഋഷിശൃംഗന്റെ ഭാര്യ. യജ്ഞം ആരംഭിച്ചു. മന്ത്രപുരസരം ഹോമകുണ്ഡത്തിൽ ആചാര്യമാർ ആഹുതികൾ അർപ്പിച്ചു. ഹോമകുണ്ഡം ജ്വലിച്ചു. അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. ആ തേജോരൂപം സ്വർണ്ണപാത്രത്തിൽ പായസം നൽകി. പുത്രസൗഭാഗ്യത്തിന് ദേവകൾ ഉണ്ടാക്കിയ ദിവ്യ പായസം ദശരഥൻ പായസം സ്വീകരിച്ചു. ഋഷിശൃംഗനെയും വസിഷ്ഠനെയും തൊഴുത് അവരുടെ അനുമതിയോടെ നിവേദ്യ ശിഷ്ടമാണ് നമുക്ക് കിട്ടുന്നത്. അവരുടെ അനുമതിയോടെ പായസം 2ആയി പകുത്തു. ഒരു പങ്ക് കൗസല്യയ്ക്കും മറ്റേ പങ്ക് കൈകേയിക്കും കൊടുത്തു. അതിനുശേഷമാണ് സുമിത്ര എത്തുന്നത്. ചേട്ടത്തിമാർ 2 പേരും പായസത്തിന് ഓരോ പങ്ക് സുമിത്രയ്ക്കും കൊടുത്തു. 3 ഭാര്യമാരും ഗർഭം ധരിച്ചു. ദശരഥന്റെ സന്തോഷത്തിന് വളരെ 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 സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ടു ദശരഥൻ. അങ്ങനെ കൗസല്യാദേവി പ്രസവിക്കുകയാണ്. നാള് ഉണർദം, നീല നിറം, മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്നു, തലയിൽ സ്വർണ്ണ കിരീടം, കാതിൽ കുണ്ടലങ്ങൾ, താമര പോലത്തെ കണ്ണുകൾ,
4 കൈകൾ എല്ലാം കയ്യിലുണ്ട്. ആയുധങ്ങൾ ശംഖ്, ചക്രം, ഗദ, താമര. അതാ മഞ്ഞപ്പട്ടിന് മീതെ അരയാൽ കിങ്ങിണി, മാറിൽ വനമാല, വള, ചിലമ്പ്, എന്തൊക്കെ ആഭരണങ്ങളാണെന്നോ. കണ്ടാൽ കൊച്ചു മഹാവിഷ്ണുവിനെ പോലെ തന്നെ. അതെ, ഭഗവാൻ സാക്ഷാത് പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി പിറന്നിരിക്കുന്നു, ശ്രീരാമചന്ദ്രനായിട്ട്. അവിടെ നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ. ഭാഗവതം വീണ്ടും വരുവാണ്, ദശമസ്കന്ധം. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ. അങ്ങനെ അത്ഭുതം കൊണ്ട് കൗസല്യ ഭഗവാന്റെ ആ മഹാ പരിപൂർണ അവതാരം കണ്ട് ഭഗവാനെ സ്തുതിച്ചു. ഇതിൽ കൂടുതൽ ഭാഗ്യം, അഹോഭാഗ്യം, അഹോഭാഗ്യം. കൗസല്യാദേവി പറയുകയാണ്, അഹോഭാഗ്യം, ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യമാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ ആ കഴിഞ്ഞ ജന്മത്തിലെ പുണ്യം കൊണ്ട് കൗസല്യാദേവിക്കും ദശരഥനും ശ്രീരാമചന്ദ്രനെ തന്നെ ഭഗവാൻ തന്നെ അവരുടെ പുത്രനായി ജന്മമെടുക്കുകയാണ്. പിന്നെ ആ വീണ്ടും പഴയ രൂപത്തിലോട്ട് പോയി കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ആ മായ കൊണ്ട് ഈ ദർശനമെല്ലാം ഭഗവാൻ മൂടി. പിന്നെ ഒരു സാധാരണ ബാലനായിട്ട് കൗസല്യാദേവിയുടെ മടിയിൽ കിടന്ന് കരയുകയാണ് പിന്നെ കാണുന്നത്. അപ്പോഴത്തേന് കൗസല്യാദേവി എല്ലാം മറന്നുപോയി കേട്ടോ. ഭയ രസമാണത്, രസം. അങ്ങനെ ബലബലം കൊണ്ട് സമ്പാദിച്ച രാവണന്റെ ശക്തി അവസാനിക്കാൻ പോകുന്നതായിട്ട് ദശരഥ മഹാരാജാവിന് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. അങ്ങനെ ഭരതനെ കൈകേയി പ്രസവിക്കുന്നു. സുമിത്രയ്ക്ക് 2 കുട്ടികള്, ലക്ഷ്മണനും ശത്രുഘ്നും. അങ്ങനെ ഇതെല്ലാം രാജഗുരു വസിഷ്ഠ മഹർഷിയാണ് പേരിടുന്നത്. എല്ലാവരും മഹാവിഷ്ണുവിന്റെ അംശങ്ങളാണെങ്കിലും ലക്ഷ്മണൻ ശ്രീരാമനോടും ശത്രുഘ്നൻ ഭരതനോടുമാണ് കൂടുതൽ കൂട്ട്. അത് നമ്മളെല്ലാം രാമായണം വായിക്കുമ്പോൾ കാണുന്നതാണ്. 4 മക്കളും രാജകൊട്ടാരത്തിൽ കളിച്ചങ്ങനെ വളർന്നു. ഉപനയനവും വേദവും ശാസ്ത്രവും ആയുധവും വിദ്യയും എല്ലാം പഠിച്ച് വളരെ മിടുമിടുക്കരായി വളർന്നു കഴിഞ്ഞു. അങ്ങനെ ദശരഥ മഹാരാജാവ് ആ കുട്ടികളിൽ പ്രത്യേകിച്ച് ശ്രീരാമചന്ദ്രനിൽ അഭിമാനം കൊള്ളുകയാണ്. അമ്മമാരാണെങ്കിൽ അവരെ താലോലിച്ച് വളരെ രസകരമായിട്ട് എപ്പോഴും ഭഗവാനെ ആ സൗന്ദര്യം കാണുമ്പോഴെല്ലാം അങ്ങ് മതിമറക്കുകയാണ്. എല്ലാം മറന്നിട്ടാണ് അവരെ താലോലിക്കുന്നത്. ഇതാണ് രാമായണത്തിലെ പുത്രകാമേഷ്ടി യോഗം നമ്മൾ കവർ ചെയ്ത്. ശ്രീരാമചന്ദ്രന്റെ അപ്പിയറൻസ്, പ്രത്യക്ഷം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്, അത് നമ്മൾ കവർ ചെയ്ത്. അങ്ങനെ ദശരഥന്റെ എല്ലാ മക്കളെയും ആയുധവിദ്യ, ശാസ്ത്രവിദ്യ, ശാസ്ത്രം എല്ലാം പഠിപ്പിക്കുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞു. റെഡിയായില്ലേ? ഇനി പറയാൻ തയ്യാറായില്ലേ? അരമണിക്കൂർ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എടുക്കൂലേ? സുമാജി സംസാരിക്കൂലേ? ഇപ്പൊ ഇത്രയും ഭാഗം പറഞ്ഞു മനസ്സിലായി. ഫസ്റ്റ് ദിവസം ഇത്രേ കവർ ചെയ്യത്തുള്ളൂ. രാമായണത്തിന്റെ ഫസ്റ്റ് ദിവസം ഇത്രയേ കവർ ചെയ്യത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സ്മിതമാതിക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഡോക്ടർ ജിയുടെ എന്തോ ഒരു എക്കോ. ഡോക്ടർ ജി 2 മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ എക്കോ വരും. അതാണ്. ഓക്കെ, കേൾക്കുന്നില്ല. പാർവതി ദേവിയും മഹാദേവനും തമ്മിലുള്ള സംവാദമാണിത്. അതായത് ശ്രീരാമചന്ദ്രനെ കുറിച്ച് മൊത്തം രാമായണം മൊത്തവും മഹാദേവന് പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. മലയാളി ഇവിടെ പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ, ഭയങ്കര ശബ്ദം, ഭയങ്കര മഴ. ഭഗവാനോട് നന്ദി. ആക്ച്വലി നമ്മള്
ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശ്രീരാമചന്ദ്രന്റെ അവതാരവും ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരവും ഒരുമിച്ച് നമ്മൾ ചൊല്ലി. രണ്ടിനെ ഒരുപോലെ നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വിശിഷ്ടമായ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം. നമ്മള് എപ്പോഴും ചിന്തിക്കണം, നമ്മള് വളരെ വലിയ ശ്രേഷ്ഠരാണ് ഭഗവാന്റെ മുന്നിൽ. ഞാൻ ആരെയും പുകഴ്ത്തി പറയുന്നതല്ല, അതിന് കാരണമുണ്ട്. അത് നമ്മൾ ഓർമ്മിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ പറയാം അതിന്റെ കാരണം എന്താണെന്നുള്ളത്. ഇനി എന്താ സ്മിത മാതാജി സംസാരിച്ചോളൂ പറയാനുള്ളത്. മാതാജിക്ക് സ്മിത മാതാജിക്ക് ബുക്ക് കിട്ടിയിരുന്നോ അതോ അന്ന് അയച്ച PDF ആണോ? ഹരേ കൃഷ്ണ. മാതാജി അന്ന് അയച്ച PDF, പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അയ്യോ, അപ്പൊ ബുക്ക് വേണമായിരുന്നോ? ഞാനിപ്പോ മുമ്പ് നോക്കാം. എനിക്ക് PDF ധാരാളമാണ്. അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കുമ്പോ നോക്കാനും എളുപ്പമല്ലേ? അതല്ല, അത് ഇംഗ്ലീഷിൽ ഉണ്ടാവോ? അപ്പൊ വിദ്യാജിക്ക് കൊടുക്കായിരുന്നു അല്ലെ, ഫോർവേഡ് ചെയ്യായിരുന്നു. ഇംഗ്ലീഷിൽ ഉണ്ടാവോ അത് രാമായണം? വിദ്യാജിക്ക് അറിയോ? ചെയ്ത് നോക്കട്ടെ മാതാജി. അഥവാ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനപ്പോ വിദ്യാജിക്ക് ഞാൻ ഷെയർ ചെയ്യാം. അതെ അതെ അതെ, ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ. മണിലാൽ പ്രഭു. മണിലാൽ ജി. പറഞ്ഞോളൂ. മണിലാൽ പ്രഭു ഓൾറെഡി 8:35 8:35. എന്നാലും ഒരു 5 മിനിറ്റ് ഈ പറയുന്ന സമയം കൊണ്ട് 5 മിനിറ്റ് പറയാനുള്ളത് പറയാം, എന്നിട്ട് നമുക്ക് ഉപസംഹരിക്കാം. നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവരെ ഒട്ടും വൈകിക്കണ്ട എന്നുള്ള അഭിപ്രായം ഉണ്ട് എനിക്ക്. 8:35. അടുത്ത ആഴ്ച നമുക്ക് ഇപ്പൊ പ്രഭു ഇനി വായിക്കാൻ പോകുന്നത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് എന്തെങ്കിലും എടുത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഞാനത് നോക്കിയിട്ട് ഞാൻ അയക്കാം. ഞാൻ എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാല്, നമ്മള് ഭഗവാന്റെ ഭാഗ്യം കൊണ്ട് മാത്രമേ ഈ 2 അവതാരങ്ങളും ഒരുമിച്ച് നമുക്ക് കേൾക്കാനുള്ള ആ സൗഭാഗ്യം കിട്ടത്തുള്ളൂ. ഈ അടുത്ത 2 ഹെഡിങ് തന്നെയാവും മാതാജി. അടുത്ത ബാല്യവും കൗമാര്യവും പിന്നെ അഹല്യമോക്ഷ. അപ്പൊ നോക്കി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് 2 ഹെഡിങ് ഇത്ര നോക്കിയാൽ മതി. ശരി. ചിലര് സൂര്യപ്രകാശം വരെ മാത്രമേ എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ചൈതന്യം 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 എന്ന് പറഞ്ഞു നിർത്തുന്നത്. പക്ഷെ ആ ചൈതന്യം, ആ പ്രകാശം എവിടെ നിന്നാണ് വരുന്നത്? സൂര്യനും സൂര്യപ്രകാശവും ഒരേ ഒന്നാണെങ്കിലും എന്നാൽ രണ്ടുമാണ്. കാര്യം സൂര്യപ്രകാശം ഒരിക്കലും സൂര്യനാവില്ല. അപ്പം നമ്മൾ ആ ചൈതന്യവും വിട്ട്, ആ ചൈതന്യം എവിടെ നിന്നാണോ വരുന്നത്, ആ തേജസ് എവിടെ നിന്നാണോ വരുന്നത്, ആ സൂര്യന്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്തി. ആ ചൈതന്യവും വിട്ടിട്ട് നമ്മൾ ആ സൂര്യന്റെ അവിടെ എത്തി. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിലാണ്, അപ്പൊ നമ്മൾ ഉന്നതമായ പ്ലാറ്റ്ഫോമിലാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ആ ഒരു ബോധം നമുക്ക് വേണം. ഇത് പിന്നെ മഹാവിഷ്ണുവും മഹാദേവനും തമ്മിൽ ഒരു സംവാദം ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നുണ്ട്. അത് പ്രത്യേകം ഒന്ന് നമ്മൾ കേൾക്കണം. അത് കേൾക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാൻ ചെയ്തവരാണെന്ന് നമുക്ക് മനസ്സിലാവും. പറയുന്നത്, വൈഷ്ണവർക്ക് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവനാണ് വിഷ്ണു, മറ്റുള്ളവർക്ക് അദ്ദേഹം ദുരാരാധ്യനാണ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരാദികൾ അദ്ദേഹത്തിന്റെ കലകളാണ്. മഹാവിരാട് പ്രകൃതിയിൽ നിന്നും പരനായ അദ്ദേഹത്തിന്റെ അംശമാണ്. ഭാരതത്തിൽ ജന്മം ലഭിച്ചവൻ വിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത്. മറ്റു ദേവന്മാരെ ആശ്രയിക്കുന്നവന് 7 ജന്മങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ, ആ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് തന്നെ സൂര്യമന്ത്രം ലഭിക്കും. അങ്ങനെ സൂര്യമന്ത്രം ലഭിച്ചിട്ട് 3 ജന്മങ്ങൾ കഴിയുമ്പോൾ ശൈവമന്ത്രം ലഭിക്കും. മഹാദേവരുടെ ഭക്തനായിട്ട് മാറും, ശൈവമന്ത്രം ലഭിക്കും. അങ്ങനെ ശൈവമന്ത്രം ജപിച്ച് 7 ജന്മങ്ങൾ കഴിയുമ്പോഴാണ് മായാമന്ത്രം, അതായത് ദുർഗാദേവിയുടെ മന്ത്രം കിട്ടുന്നത്. 7 ജന്മം മായാമന്ത്രം ലഭിക്കും. അങ്ങനെ നാരായണിയെ 100 ജന്മം നോക്കണം.
ജന്മം 100 ജന്മം മായാദേവിയെ, നാരായണിയെ, സാക്ഷാ ദുർഗാദേവിയെ ആരാധിച്ച് കഴിയുമ്പോഴാണ് നാരായണന്റെ ഒരു കലയെ സേവിക്കാൻ കഴിയുന്നത്. അങ്ങനെ 1 വർഷം ഭഗവാന്റെ ചെറിയൊരു കലയെ സേവിച്ച് കഴിയുമ്പോൾ വിഷ്ണു ഭക്തി ഉണ്ടാകും. അങ്ങനെ ഭക്തന്മാരുടെ സേവ കൊണ്ട്, ഭക്തിയുത സേവനം കൊണ്ട്, നാരദ മഹർഷിയാണ് വളരെ പ്രധാനപ്പെട്ട ഉദാഹരണം, വളരെ ശ്രേഷ്ഠമായ ഉദാഹരണം പറയാൻ പറ്റുന്നത്. നാരദ മഹർഷിയുടെ അമ്മ വലിയക്കാരിയായിരുന്നു. ഒക്കെ പോട്ടെ, നാരദ മഹർഷിക്ക് അങ്ങനെയാണ് അനുഗ്രഹം കിട്ടുന്നത്. ഭക്തന്മാരുടെ സേവ കൊണ്ട്, ഭക്തിയുത സേവനം കൊണ്ട് നമ്മളുടെ ഭക്തി പുഷ്ടിപ്പെട്ട് അത് പക്വമായിട്ട് മാറും. അങ്ങനെ നിർവാണപ്രദമായ മോക്ഷദായകമായ ശ്രീകൃഷ്ണ മന്ത്രം ലഭിക്കും. എന്താണ് ശ്രീകൃഷ്ണ മന്ത്രം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ ഭഗവാന്റെ അടുത്തെത്തി എത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം വളരെ ശ്രേഷ്ഠമായ വ്യക്തികളാണ്, ഉന്നതമായ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും കേൾക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടില്ല. ഹരേ കൃഷ്ണ. അപ്പം വളരെ സന്തോഷം. സുമാജി പറഞ്ഞോളൂ. അല്ല, എന്തോ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എത്രയോ ജന്മം ഓരോരുത്തരെയും സേവിച്ചിട്ട് വന്നിന്റെ ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് നമ്മൾ ഇന്ന് ഭഗവാനെ വിളിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് താഴോട്ട് നോക്കുകയേ ചെയ്യരുത്. 10ാം ക്ലാസ്സിൽ വന്നയാള് പിന്നെ 1ാം ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കാൻ നോക്കുമോ? നോക്കത്തില്ല. MBBS എടുത്തിട്ട് MBBS വീണ്ടും പഠിക്കാൻ നോക്കോ, പിന്നെ MD-യിലോട്ട് പോവോ? ഡോക്ടർ ജി, MBBS എടുത്തിട്ട് MD-ക്ക് പോയാൽ മതി. MD-ക്ക് പോയാൽ മതി. പിന്നെ MBBS-ിലോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. MBBS-ൽ പോകാൻ പറ്റത്തില്ല, വീണ്ടും അഡ്മിഷൻ കൊടുക്കത്തില്ല. പിന്നെ അപ്പോ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉന്നതമായ പ്ലാറ്റ്ഫോമിലാണ്, ഭഗവാന്റെ വിശിഷ്ടമായ ഭക്തരാണ് നമ്മൾ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം, ഏകോ ദേവോ ദേവകീ പുത്രേവ, ഏകോ മന്ത്ര തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ വാണിംഗ് തന്നപ്പോൾ ഞാൻ നിർത്തിയതാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി.